ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അവധി ദിവസം എടുത്തൊരു വീഡിയോ ആണ് ഇത്. വിഷ്ണു മോനൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ കുക്കിംഗ് വിഷ്ണു ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഉണ്ടാക്കുക എന്നുള്ള ആലോചന അവസാനിച്ചത് മീനിലാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അച്ഛനും മക്കളും കൂടെ പിന്നെ നേരെ പോയത് മീൻ വാങ്ങിക്കാനായിട്ടാണ്. ഒരുപാട് മീനുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും കറി വെക്കാനായിട്ട് നമ്മളിന്ന് വാങ്ങിച്ചത് ഈ മീനാണേ. നമ്മളിവിടെ തന്നെ പറയാറുള്ളത് മത്തി എന്നാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ചാളാന്നും പറയാറുണ്ട് തോന്നുന്നു അല്ലേ. മത്തി കൂടാതെ ചെമ്മീനും വാങ്ങിച്ചിരുന്നു കേട്ടോ. നമ്മൾ മീൻ വാങ്ങിക്കാറുള്ള കടയില് വലിയ മീനുകൾ മാത്രമല്ലാതെ ഈ മത്തിയോ ചെമ്മീനോ ഇനിയിപ്പോൾ അതും അല്ലാതെ നെത്തലുണ്ടല്ലോ നല്ല ചെറിയ മീനുകൾ, അതാണെങ്കിലും അവർ ശരിയാക്കി തരാറുണ്ടേ. മാത്രമല്ല നമുക്ക് വാങ്ങിക്കാൻ പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ നമ്മൾ ഏത് മീനാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ വൃത്തിയാക്കിയിട്ട് അവർ വീട്ടിലും കൊണ്ട് തരാറുണ്ട് കേട്ടോ. മത്തി മുറിച്ചിട്ട് വാങ്ങിച്ചിട്ട് വന്നത് കൊണ്ട് തന്നെ ആദ്യം ചെയ്യാറുള്ളത് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കലാണ്. അതിനുശേഷമാണ് ഓരോ മീനിന്റെ ആയിട്ട് അകത്തുള്ള ചളി കൂടെ കളഞ്ഞ് വൃത്തിയിൽ കഴുകിയെടുക്കാറുള്ളത്. ചെമ്മീനും അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കഴുകിയെടുത്ത ശേഷമാണ് അതിന്റെ സൈഡിലുള്ള ഇങ്ങനെ ഒരു ബ്ലാക്ക് നൂല് പോലത്തെ സംഭവം ഉണ്ടല്ലോ അത് കളയാറുള്ളത്. ചെമ്മീൻ എങ്ങനെയൊക്കെ വെച്ചാലും അപാര ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് വൃത്തിയാക്കി എടുക്കൽ ഒരു ടാസ്ക് തന്നെയാണ് അല്ലേ. അതിന്റെ സൈഡിലുള്ള ഈ ചെളി കളയുക എന്ന് പറയുന്നത് കുറച്ചധികം സമയം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യം അമ്മ മത്തി കഴുകി വൃത്തിയാക്കി കൊടുത്തത് കൊണ്ട് ചെമ്മീൻ വൃത്തിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ വിഷ്ണു മത്തിക്കറി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നേ. ഈ കറിയുടെ വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ അതുണ്ടാക്കുന്നതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കുറച്ച് മത്തിയാണ് കറി വെക്കാനായിട്ട് എടുത്തത്. ബാക്കിയുള്ളത് ഫ്രൈ ചെയ്യാനായിട്ട് കൈയോടെ തന്നെ മസാലയും കൂടെ തിരുമ്മി വെച്ചു. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വളരെ കുറച്ച് മല്ലിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് 2-3 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് മസാല മിക്സ് ചെയ്തെടുത്തത്. ഒരടുപ്പിൽ മത്തി ഫ്രൈ ആയി വരുമ്പോഴത്തേനും അപ്പുറത്തടുപ്പിൽ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ താരമായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് കൂടെ റെഡിയാക്കി എടുത്തിരുന്നേ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ചെമ്മീൻ റോസ്റ്റിന്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട ശേഷം ഒരേ അളവിൽ തന്നെ ചെറിയുള്ളിയും വലിയുള്ളിയും മുറിച്ചെടുത്തതും കൂടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അത് നല്ല രീതിയിലൊന്ന് വഴന്നു വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം പോയി വന്നപ്പോൾ പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് തക്കാളിയും പച്ചമുളകും കൂടിയാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്ക് പൊടികൾ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയാണ് ആദ്യം ആഡ് ചെയ്തത്. പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നത് വരയ്ക്കും നല്ല രീതിയിൽ ഇളക്കി കൊടുത്തോണ്ട് തന്നെയാണ് കേട്ടോ ഇരുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കൂടുതൽ തന്നെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീർ ചില്ലി പൗഡർ ആണല്ലോ നമ്മൾ എടുത്തിരുന്നത്. എരിവിനായിട്ട് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടി തന്നെയാണ് കേട്ടോ. അതുകൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്ത ശേഷം വളരെ കുറച്ച്, അതായത് ഒരു 3-4 സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുത്ത ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഈ മസാലയും പൊടികളും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് സെറ്റായി വരാനായിട്ടാണ്. വെള്ളം വറ്റി മസാല കുറുകി വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അതുകൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീൻ വേവാനായിട്ട് വെള്ളത്തിന്റെ ആവശ്യമില്ലല്ലോ. കുക്കായി വരാനാണെങ്കിലോ അധിക സമയം വേണ്ട. കുറച്ച് സമയം അടച്ചു വെച്ചാല് മസാലയുടെ കൂട്ടത്തില് ആവിയിൽ തന്നെ ചെമ്മീന് വെന്ത് വരും. പിന്നെ അതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയെടുത്താല് അടിപൊളി ടേസ്റ്റിൽ തന്നെയുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡിയാവും. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ഇതുവരെയും ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.